എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ പറഞ്ഞിട്ടാ, ഹലോ കിട്ടായിട്ടാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്നത്തെ സ്പെഷ്യലല്ല, നിങ്ങൾക്ക് സങ്കടം പാവക്കാനും വേണ്ട. ഇന്ന് ഞങ്ങളിതാ ബഹ്റൈൻ പോവാണ്. ഞാൻ ഈ കുട്ടി രതിശേട്ടൻ മൂന്നുപേരും ബഹ്റൈനിലേക്ക് പോവാണ്. കണ്ട കുപ്പായിടാത്ത പണി വേണ്ട. ഹലോ സെറ്റ് ആക്കുന്നത് പോകുമ്പോ കഴിയുമ്പം എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ജസ്റ്റ് 3 മാസത്തേക്ക് ഇട്ടാ പോകുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്നതിനോട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെല്ലാം പാക്കിങ് ചെയ്യുന്നത്, കുറച്ച് സംസാരം, പിന്നെ ഇവിടെ സങ്കടം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞുണ്ട്. ഇവിടെ കഴിയണം, കാരണം ഒക്കെ എക്സാം ഉണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് ഓട് പോകും. അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ചിലപ്പോ വൈകുന്നേരം കാണാം. കിട്ടിയാലേ 5 മണി തോന്നി. എനിക്ക് 4 മണി വരെ എക്സാം. അപ്പൊ കുട്ടം വിളിച്ച് അപ്പൊ എനിക്ക് ചിലപ്പോ പോയാൽ കാണാം. ഞാൻ ആദ്യം അതിനേക്കാൾ മുമ്പ് പോയിനി. അപ്പോഴും നമ്മ ഒന്നിച്ചറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൊണ്ടാക്കാൻ പോയി. ഇത് 5 വർഷമായിട്ട് ഇപ്പൊ ചോട്ട അപ്പൊ അത്ര അറിഞ്ഞിട്ടാ ഇപ്പൊ 2 വയസ്സായി. 2 വയസ്സാകുമ്പോ ഇത് പോകുമ്പോ നീ പോണ്ടേട്ടാ ഒക്കെ പിന്നെ അറിയില്ല. ക്ലാസ്സിന്റെ എക്സാമിന്റെ ബിസി. ഓടെ ക്ലാസ് കഴിയുമ്പോഴേക്ക് എക്സാം അപ്പൊ എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഒരുത്തിണ്ട് ഇട്ടിടാ കുപ്പിൽ വെച്ചിട. ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയത് 2 മാസം വരെ നിന്നില്ല. അപ്പൊ ഈ മാസം ഞാൻ ഇനി പോയിട്ട് കരിയമ്പലം വിളിക്കാനില്ല. പോയിട്ട് ഇനി വരുവളത്ത് നീ കരിയാമ്പ് നല്ല ഇട്ടാണ്. അപ്പൊ വിചാരിക്കും കരിയാമ്പ് കറി മാത്രം ആക്കുന്നത്. ഇയാൾക്ക് എല്ലാ കറിക്കും കരിയാമ്പ് മസ്റ്റ്. ഇവിട്ടി നീ പോന്നാ? ഹലോ ഇവിട്ടി പോന്നാ? വേണ്ട നിൽക്കുന്നില്ല. ഞാൻ പോകുന്നതിന് ആർക്കും സങ്കടമില്ല. ഈ വീട്ടിൽ പോകുന്നതിന് മാത്രം ഭയങ്കര സങ്കടം. ഞാനെന്താ വേസ്റ്റാ? വീട്ടിൽ പോകുന്നില്ല അല്ലേ? പോന്ന വീട്ടി പോന്നാ? വീട്ടിൽ നിൽക്കുന്നടാ. നിക്കുന്നല്ലേ? നിക്കുന്ന ഇന്ന് നാളെ ഭയങ്കര ബോറാവും കേട്ടാ. ഓ പിന്നെ കാണാം. കുറച്ചോ മതി, കുറച്ചോ. അപ്പൊ എല്ലാം എടുത്തിട്ട് പോന്ന്. ബൈ ബൈ. എടുത്തേക്ക്. അപ്പൊ നമ്മളെ പാക്കിംഗ് എല്ലാം തുടങ്ങുന്നുണ്ട്. പാക്കിങ്ങിന്റെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. സെറ്റാണ് തുടങ്ങിട്ടാ. ശരി, ഇന്നലെ അത് ലാസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പൊ അതുവരെ ബിസി ആയിരുന്നു. ഇപ്പൊ മെല്ലെ മെല്ലെ തുടങ്ങുന്നുണ്ട്. 10 മണിയായി. പിന്നെ ഇന്നത്തെ വീഡിയോയിലൊന്നും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. നോക്കുന്നവർക്ക് ഞാൻ ഇല്ലാണ്ട് ബെജറൊന്നും നോക്കണ്ട. മിസ്സാകുന്നവര് മെസ്സേജ് അയക്കണം. ഞാൻ ഇല്ലാണ്ട് മിസ്സാകുന്നവര് കമന്റ് ഇടണം കേട്ടോ. പിന്നെ നമ്മളെ കൃഷിയുടെ വീഡിയോയിൽ ഞാൻ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എന്റെ ഗ്രോത്ത് എല്ലാം കൂടെ അയച്ചു തരാം. അപ്പൊ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാലോ നമുക്ക്. നമ്മൾ 2 പേര് തുടങ്ങിയ ഇതെല്ലാം ഞങ്ങളെ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടാ. എന്നെ യാത്രയൊക്കെ ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നില്ല. സങ്കടം. ഞാൻ പോകുന്നുണ്ട്, ചേച്ചി പോകുന്നുണ്ട്. ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പാക്കിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ എന്റെ പൂച്ചെടിക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയത്. ആദ്യം 2-3 ഉണ്ടായിട്ടോ. ഇപ്പൊ ഇത് മൊത്തം നിറഞ്ഞു. ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കണം. അത്ര ഒന്നിന് മാത്രമേ ഒഴിച്ചിട്ടു. ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വെക്കണം. ഞാന് എന്റെ ഗാർഡൻ നോക്ക് ഗാർഡൻ ഇപ്പൊ വരാം. ഇനി കുറച്ച് സമയം കഴിയുമ്പോ നല്ല പോകും. അപ്പൊ ഇനി 2 മാസത്തേക്ക് ഈ ഗാർഡനെല്ലാം ഞാൻ ഒരാൾക്ക് ഏൽപ്പിച്ച് പോന്നേ.
എത്തിയപ്പോ ഉപ്പളെത്തിട്ടാ തലപ്പാടിനെ കാണുന്നുണ്ട്. ഡ്രൈവർ രാജേഷിന് സങ്കടമുണ്ടോ? അത് രണ്ടൊന്നുണ്ട്. സന്തോഷം കൊണ്ട് ഇനി 2 മാസം സ്വസ്ഥതയോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആള് ഉറങ്ങിയില്ലേ? ഈ കുട്ടിക്ക് ഉറക്കായി. ഇതൊക്കെ പറയാനുണ്ട്, പറഞ്ഞു വീഡിയോ ഇങ്ങനെ പറയാനില്ലേ? ഇപ്പൊ ഇനി 2 മാസം പറയാനൊന്നുമില്ലല്ലോ. അതെ നമുക്കിപ്പോ റോഡ് നല്ല സൂപ്പറായി. കാസർഗോഡ് ടു സ്റ്റാർട്ട് ചെയ്ത റോഡ് ചെർക്കള ടു മംഗലാപുരം നല്ല റോഡായിട്ടുണ്ട്. പോകുന്നുണ്ട്. ഞാൻ പോകുന്നു പറഞ്ഞിട്ട് തിന്നാനൊന്നും നമുക്ക് പറ്റിയിട്ട് അതുകൊണ്ട് വത്തക്ക തിന്നുന്നുണ്ട്. കെട്ട് പുറത്തിട്ട് വന്നിനോട് വത്തക്ക അതുണ്ട്. അതൊക്കെ കേട്ടിക്കാം. മനസ്സിലായി. രാത്രി ഫുഡൊക്കെ പറ്റുക സങ്കടത്തിൽ അങ്ങനെ ഇപ്പൊ കേട്ടില്ല. വീട്ടിലെ കോഴിക്കറി ഓട്ടുപണിയുണ്ട്. കേട്ടിട്ടായിട്ടാ. അപ്പൊ എന്നെ നെക്സ്റ്റ് ബാക്കി പിന്നെ കാണാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടാ. ഒരു യാത്ര പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ. തിരക്കായതുകൊണ്ട് എയർപോർട്ടിലാണുള്ളത്. ഇങ്ങോട്ട് വാ എനിക്ക് ഫ്ലൈറ്റ് കാണിക്കുന്നു. വാ ഇവിടെ ഫുൾ ഹാപ്പി. ഇങ്ങോട്ട് പാടേ വീട്ടി. നമ്മൾ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 9:15 ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. അത് ദുബായിക്കുള്ളതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമുക്ക് ബഹ്റൈനാണ് പോകേണ്ടത്. വരുന്നത്ര ഇവിടെ കാണുന്നുണ്ടോ? ഇവിടേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇവിടെ ആദ്യം ഒരു ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ ഒന്നും അറിയില്ല. ഇപ്പൊ ഓടിച്ചാടി നടക്കുന്നുണ്ട് എല്ലാം കാണുമ്പോ. കുട്ടിക്ക് ഫ്ലൈറ്റ് ഉണ്ടോ? ഇങ്ങനെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ട് അപ്പോൾ വിൻഡോ സീറ്റ് പറഞ്ഞത് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് സൈഡാ പുറമേലത്തെ വ്യൂ. പിന്നെ പോകുമ്പോൾ ശരിയായിട്ട് കാണിക്കാൻ പറ്റും. ഒന്നും കാണുന്നില്ല. ഒരു വിമാനം ലാൻഡ് ആയിട്ടുണ്ട്. ഇൻഡിഗോ വീഡിയോ ശരി കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ഏതാ ഫ്ലൈറ്റ് വന്നേ? ഫ്ലൈറ്റ് വന്നേ. ഫ്ലൈറ്റ് ഊട്ടിക്ക് എല്ലാം ഭയങ്കര കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വന്നത് കണ്ടോ? അങ്ങനെ കാണിച്ചു തരുന്നു. ഫ്ലൈറ്റ് എടുത്തു നമുക്ക് കാണിച്ചെടുക്കാം. ഇപ്പൊ കാണിച്ചു തരാം. ലാൻഡായ ഫ്ലൈറ്റിന് ഒരു ബാഗ് എല്ലാം വരുന്നത്. ഫ്ലൈറ്റിന്റെ ഏറ്റവും കുറഞ്ഞ ലാസ്റ്റ് ഇതാണ് കാണുന്നുണ്ട്. സൂം ചെയ്യാം. ട്രാവൽ ചെയ്തവരുടെ ബാഗെല്ലാം എടുക്കുന്നുണ്ട്. താങ്ക് യു. ക്ലിയറില്ല. മുഴുവൻ തുടങ്ങിയിട്ട് വരച്ചു വീഡിയോ ഒന്നും എടുക്കില്ല. ചെറുതായിട്ട് കുറച്ച് വീഡിയോസ് ഇടാൻ വിചാരിച്ചതാണ്. കൂട്ടി അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. കൂട്ടി ശല്യം ചെയ്യുന്നു വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. രണ്ടാളും
മൂന്നാമത്തെ തവണയാണ് നൈറ്റ് തന്നെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് റോഡിൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വൈകുന്നേരം വരണമെങ്കിൽ രാവിലെ ആവണം. എനിക്ക് എന്താ ലൈറ്റൊക്കെ താഴെ എല്ലാ ലൈറ്റും ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 1:30 നമ്മൾ ബഹ്റൈനിൽ ലാൻഡായിട്ടാ. ഇപ്പോൾ ലാൻഡായതേ ഉള്ളൂ. അങ്ങനെ എന്താ ബഹ്റൈൻ എയർപോർട്ടാണ്. ബഹ്റൈൻ എയർപോർട്ട് നല്ല രസമായിട്ടാണ് കാണാൻ. ഭയങ്കര എന്താ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ബഹ്റൈൻ എയർപോർട്ട്. നമ്മൾ വേഗത്തിനെല്ലാം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും മണി എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടാ. സമയം എന്ന് പറയുന്നത് ഇപ്പം എത്ര മണിയായി? ഇപ്പം 12 മണിയായിട്ട്. അപ്പം നാട്ടിൽ 2:30 മണിയായി. ആ റൂമിലെത്തി. എല്ലാ സംഭവങ്ങളും ഒന്ന് സെറ്റാക്കി വെക്കണുണ്ട്. ഓൾറെഡി ഒരാളോട് വൃത്തിയാക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് വൃത്തിയിട്ട് വീട്ടിലാ എത്തി. നമ്മൾ എത്തി. ഇതാണ് നമ്മളെ റൂം. നമ്മൾ ഓൾറെഡി മുമ്പ് വന്നിട്ടും താമസിച്ചത് ഇതന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.